أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ മതം 1080 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 36-37 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശഅഇരില്ലാഹ് ലക്കും ഫീഹാ ഖൈർ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ فإذا وجبت جنوبها فكلوا منها وأطعموا القانع المعتر كذلك سخرناها لكم لعلكم تشكرون. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. സൂറത്തുൽ ഹജ്ജിലെ 36-37 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഹജ്ജിനോടനുബന്ധിച്ചുള്ള ബലികർമ്മവും ഒക്കെയാണ് നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഹജ്ജിന്റെ ആയത്തുകളിൽ പ്രതിപാദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നമ്മൾ പഠിച്ച ഭാഗത്ത് എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന സമുദായങ്ങൾക്കുമായിട്ട് നാം ബലികർമ്മം ഒരു വ്യവസ്ഥയാക്കി നൽകിയിട്ടുണ്ടായിരുന്നു. അവര് പാലിക്കേണ്ടതായ ഒരു സംവിധാനവും വ്യവസ്ഥയുമായിട്ട് മൻസക്കിന് ബലി അനുഷ്ഠാനത്തെ നാം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. എന്റെ താല്പര്യം ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ആ മൻസക്കുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അള്ളാഹുവിന്റെ നാം അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന നാക്കാലികളുടെ മേൽ ഉച്ചരിക്കുന്നതിന് വേണ്ടിയാണ്. ബഹീമത്തുൽ അൻആമിനെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവര് ബലിയെടുക്കുന്നതിന് വേണ്ടിയാണ് നാം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ താല്പര്യം അള്ളാഹുവിന്റെ ഏകത്വത്തെ
അവരുടെ ഹൃദയങ്ങളിൽ ഊട്ടിയുറപ്പിക്കുക, അവരത് അംഗീകരിക്കുക. ഈ കന്നുകാലികൾ ഉൾപ്പെടെയുള്ള സകലത്തിന്റെയും സൃഷ്ടാവും ഉടമസ്ഥനും അള്ളാഹുവാണെന്ന് തിരിച്ചറിയുക. ഈ തിരിച്ചറിവോടുകൂടി നിങ്ങൾ അള്ളാഹുവിന് സമർപ്പിക്കുന്നവരാവുക. വിനയം കാണിക്കുന്ന, കീഴ്പ്പെടലിന്റെ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, അവർക്ക് സന്തോഷ വാർത്തയാണുള്ളത് എന്നാണ് അവിടെ അറിയിക്കപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ അവരുടെ ആ മുഹബിത്തുകളുടെ ചില പ്രത്യേകതകളും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. അള്ളാഹുവിന്റെ നാമം അനുസ്മരിപ്പിക്കപ്പെട്ടാൽ, അള്ളാഹുവിന്റെ നാമം ആരെങ്കിലും സ്മരിക്കുകയോ ഓർമ്മപ്പെടുത്തുകയോ ചെയ്താൽ അവരുടെ ഹൃദയങ്ങള് പിടപെടക്കാൻ തുടങ്ങും. അതുപോലെ അത് അള്ളാഹുവിനോടുള്ള ഭയഭക്തിയുടെയും അള്ളാഹുവിനോടുള്ള വലിയ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ടുള്ള സ്നേഹത്തിന്റെയും ഒക്കെ പ്രകടനമായിട്ടാണ്, അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് അവരുടെ ഹൃദയങ്ങള് പ്രകമ്പിതമാവുന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതുപോലെ അവരെ ബാധിക്കുന്ന ഏത് വിപത്തിന്റെ അവസ്ഥകളിലും വസ്വാബിരീന അലാമ അസാബഹും, അവരെ ബാധിക്കുന്ന ഏത് മുസീബത്തുണ്ടാകുമ്പോഴും അവരതിൽ സഹനം അവലംബിക്കുന്നവരായിരിക്കും. നമസ്കാരം നിർവഹിക്കുന്ന വൽ മുഖീമിസ്സലാത്ത, നമസ്കാരം വൽ മുഖീമിസ്സലാത്തി, നമസ്കാരം ഒരു വ്യവസ്ഥ എന്ന നിലക്ക് നടപ്പിലാക്കുകയും പിന്തുടരുകയൊക്കെ ചെയ്യുന്ന ആളുകൾ. അതുപോലെ മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന, നാം അവർക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് വ്യയം ചെയ്യുന്ന ആളുകൾ, അത് ധാരാളിത്തമായി തീർത്ത് കളയുകയോ അതല്ലെങ്കിൽ പിശുക്ക് കാണിച്ച് ലുബ്ധ് കാണിച്ച് ആർക്കും ഉപകാരപ്പെടാത്തതാക്കി മാറ്റുകയോ ചെയ്യുന്നവരല്ല. ഇതാണ് ഇന്നലെ നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട കാര്യം. അവിടെ വിശദമായിട്ട് അള്ളാഹുവിന് ബലികർമ്മം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന് സമർപ്പിക്കുന്ന, അള്ളാഹുവിനുള്ള വിധേയത്വം പ്രകടിപ്പിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു വിവരണമാണ് അവിടെ നൽകപ്പെടുകയുണ്ടായത്. അതിനുശേഷം ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ ഇതുമായി വിഷയപ്പൊരുത്തമുള്ള ആയത്തുകൾ തന്നെയാണ്. നമുക്ക് ഈ പുതിയ ആയത്തുകൾ നോക്കാം. വൽ ബുദ്ന, ബലിയൊട്ടകങ്ങൾ. ബുധൻ എന്ന് പറഞ്ഞാൽ ബലി നിർവഹിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഒട്ടകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ബലിയൊട്ടകങ്ങൾ. ജഅൽനാഹ ലക്കും മിൻ ശഅഇരില്ലാഹ്, അവയെ നാം നിങ്ങൾക്കായിട്ട് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ബുധനിനെ, ബലിയൊട്ടകങ്ങളെ, ബലി നിർവഹിക്കാൻ വേണ്ടി നിശ്ചയിച്ച തെരഞ്ഞെടുത്ത ഒട്ടകങ്ങളെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായിട്ട് നാം വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളൊക്കെ ആദരണീയത അർഹിക്കുന്നവയാണ്. അവയോട് യാതൊരു നിന്ദയോ അപമര്യാദയോ ഒന്നും കാണിച്ചുകൂടാ. അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് എന്നുള്ള വിധത്തിൽ തന്നെ അവയെ അതിന്റെ ആദരണീയതയും പാവനതയും പരിഗണിച്ചുകൊണ്ട് തന്നെ കാണേണ്ടതുണ്ട്. അപ്പോ ബലിമൃഗങ്ങൾ, ബലി ഒട്ടകം, ജഅൽനാഹ ലക്കും മിൻ ശഅഇരില്ലാഹ്, നേരത്തെ പലതിനെയും സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായിട്ട്, അള്ളാഹുവിന്റെ പാവനത കാണിക്കേണ്ട, അതുപോലെ ആദരവ് അർഹിക്കുന്ന ചിഹ്നങ്ങളായിട്ട് നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട പലതിനെയും പരിചയപ്പെടുകയുണ്ട്. ഇവിടെ ബലിയൊട്ടകങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ്, അതും നിങ്ങളുടെ പ്രത്യേക ആദരവും പരിഗണനയും ലഭിക്കേണ്ട അള്ളാഹുവിന്റെ ചിഹ്നങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് എന്നാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. എന്നിട്ട് ലക്കും ഫീഹ ഖൈറുൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്ധവിശ്വാസവും നിങ്ങൾ കൊണ്ടു നടക്കേണ്ടതില്ല. ബലിയൊട്ടകത്തിനെ പാല് പ്രയോജനപ്പെടുത്തുന്നതിനോ സവാരിക്ക് വേണ്ടിയോ ഒക്കെ പ്രയോജനപ്പെടുത്തുന്നതിലുള്ള യാതൊരു തെറ്റിദ്ധാരണയും അത് സംബന്ധമായി അത് പാടില്ല എന്നുള്ള ഒരു നിലപാടും നിങ്ങൾക്ക് വേണ്ടതില്ല. അത് ബലിയൊട്ടകങ്ങളെ അനാദരിക്കലല്ല, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അനാദരിക്കലല്ല. കാരണം തുടർന്ന് അള്ളാഹു പറയുന്നത്, അതിൽ നിങ്ങൾക്ക് ലക്കും ഫീഹ ഖൈറുൻ, അതില് നിങ്ങൾക്ക് വലിയ നന്മയുണ്ട്.
ഖൈർ അടങ്ങിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പല നിലക്കുള്ള ഗുണവും പ്രയോജനവും അടങ്ങിയിട്ടുണ്ട്. ഈ ബലിയൊട്ടകങ്ങൾക്ക് അവ അള്ളാഹുവിന്റെ ഷിആറാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ അതിൽ നിങ്ങൾക്ക് പല ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്, പ്രയോജനങ്ങളും അടങ്ങിയിട്ടുണ്ട്. ലക്കും ഫീഹ ഖൈറു. അത് അവയെ ബലിയറുക്കുന്നതിന്റെ മുമ്പുണ്ട്, അവയെ ബലിയറുത്തതിന് ശേഷവും ഉണ്ട്. ബലിയറുക്കുന്നതിന് മുമ്പ് ഒട്ടകങ്ങളുടെ പാലും അതുപോലെ അവയുടെ ചാണകവും ഒക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവയെ സവാരിക്ക് ഉപയോഗപ്പെടുത്താവുന്നത് ആണ്. ബലിയറുത്തതിന് ശേഷവും അവയുടെ മാംസവും അവയുടെ തോലും അതുപോലെ അനുബന്ധമായ ഒട്ടകത്തിന്റെ രോമവും അതുപോലെയുള്ളതൊക്കെ പ്രയോജനപ്പെടുത്തുന്ന സംഗതികളാണ്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട് എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ആ പ്രയോജനങ്ങളെ അവയോടുള്ള ആദരവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് എന്ന നിലക്ക് അവയെ ആദരവോടുകൂടി കാണേണ്ടതുണ്ട് എന്നതിന്റെ പേരിൽ അവയെ പ്രയോജനപ്പെടുത്തുന്നതിന് യാതൊരു വൈമനസ്യവും ആവശ്യമില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹ സവാഫ. അതുകൊണ്ട് നിങ്ങൾ അവയുടെ കാലുകളിൽ നിർത്തിയ അവസ്ഥയിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക. അവയുടെ മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക എന്നത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവയെ അറുക്കുക എന്ന കാര്യം കൺവേ ചെയ്യുന്നതിന് വേണ്ടി ഖുർആനിൽ പലയിടത്തും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അറുക്കുക എന്നതിനേക്കാൾ അതിലെ പ്രാധാന്യം അവയുടെ മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടുക എന്നതാണ് എന്ന കാര്യം ഊന്നിപ്പറയുന്നതിന് വേണ്ടി ആയിരിക്കണം അള്ളാഹു ഈ ഒരു ശൈലി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹ, നിങ്ങൾ അള്ളാഹുവിന്റെ നാമം അതിന്റെ മേൽ ഉച്ചരിക്കുക. സവാഫ, അതിനെ ലൈനപ്പ് ചെയ്ത് നിർത്തിയ വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകം വളരെ സ്ട്രെയിറ്റ് ആയി നിൽക്കുന്ന അവസ്ഥയിൽ അവയെ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കുക. ഒട്ടകത്തിനെ അറുക്കുന്നത് സാധാരണ മൃഗങ്ങളെ അറുക്കുന്ന പോലെയല്ല. പശുവിനെയോ ആടിനെയോ കാളയെയോ പോത്തിനെയോ അറുക്കുന്ന പോലെ കൈകാലുകൾ ബന്ധിച്ച് കിടത്തിയിട്ടല്ല ഇതിനെ അറുക്കാറുള്ളത്. ഒട്ടകത്തിനെ അങ്ങനെ കിടത്തി അറുക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാള് ഒട്ടകത്തിനെ ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിനെ കിടത്തിയിട്ട് അറുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടപ്പോ അബുൽ ഖാസിമിന്റെ സുന്നത്ത് അതല്ല, ഒട്ടകത്തെ എണീപ്പിച്ച് നിർത്തി അറുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് തിരുത്തുന്ന ഒരു സംഭവം രേഖപ്പെട്ട് കിടക്കുന്നത് കാണാൻ കഴിയും. ഖുർആൻ ഇവിടെ വ്യക്തതയോടുകൂടി പറയുന്നത് സവാഫായിട്ട് ലൈനപ്പ് ചെയ്ത് നിൽക്കുന്ന വിധത്തിൽ അവയുടെ കാലുകളിൽ നിർത്തപ്പെട്ട അവസ്ഥയിൽ തന്നെ ഒട്ടകത്തെ അറുക്കുക എന്ന്. അങ്ങനെ അറുക്കേണ്ടി വരുമ്പോ ഒട്ടകത്തിന്റെ കഴുത്തിൽ കത്തി വെക്കാൻ മനുഷ്യന് അത്രയും പൊക്കമുള്ള ആളുകൾ ഉണ്ടാവില്ല. അപ്പോ അതിന് ഒരു പ്രയാസം നേരിടും. പക്ഷെ ഒട്ടകങ്ങളെ പരിചരിക്കുന്നതുമായി ബന്ധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രീതി അറിയാം. അവര് മൂർച്ചയുള്ള നീളമുള്ള ആയുധം വളരെ ഉയർന്നു നിൽക്കുന്ന ഒട്ടകത്തിന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഒട്ടകത്തിന്റെ കഴുത്തിൽ നിന്ന്, തൊണ്ടയിൽ നിന്ന് രക്തം വാർന്നൊഴുകുകയും രക്തം ഏകദേശം ഒഴുകി തീർന്ന അവസ്ഥയിൽ ഒട്ടകം നിലം പതിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഒട്ടകത്തിനെ അറുക്കാറുള്ളത്. അതാണ് അതിന്റെ രീതി. അപ്പോ ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത് ഒട്ടകത്തെ അള്ളാഹു നിങ്ങൾക്കുള്ള അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായി നിശ്ചയിച്ചിരിക്കുകയാണ്. അവയെ നിങ്ങൾ അവയുടെ മേൽ അവയെ കാലില് നിർത്തപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ അവയുടെ മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക. അങ്ങനെ ഫൈദ വജബത്ത് ജുനൂബുഹ, എന്നിട്ട് അവ പാർശ്വം പതിച്ചുകൊണ്ട് നിലം പതിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വശം നിലത്ത് പറ്റുന്ന വിധത്തില് അത് വീണു കഴിഞ്ഞാൽ ഫൈദ വജബത്ത് ജുനൂബുഹ
ഫകുലു മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചുകൊള്ളുക. വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ, ഖാനിയ, മുഅ്തർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഭക്ഷിക്കാം. അതുപോലെ ഖാനിയ, മുഅ്തർ വിഭാഗങ്ങളിൽപ്പെട്ടവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ നിലത്ത് പതിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഒട്ടകത്തിന്റെ കഴുത്തില് നീളമുള്ള ആയുധം, നീളമുള്ള വാള് പോലെയുള്ള ആയുധം ഉപയോഗിച്ച് മുറിപ്പെടുത്തിയതിന് ശേഷം അതിലൂടെ രക്തം വാർന്നുപോയി ഒട്ടകം നിലത്ത് വീണ് കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ അതിന്റെ പിടക്കലൊക്കെ കഴിഞ്ഞ് അത് ഒട്ടകം നിലത്ത് പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ, എന്ന് പറഞ്ഞാൽ അതിന്റെ ജീവൻ അറ്റതിന് ശേഷം അതിന്റെ മാംസം മുറിച്ചെടുത്ത് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ്, മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യാം. ഒട്ടകത്തിന്റെ നിലത്ത് പതിച്ചതിന് ശേഷവും ജീവൻ പൂർണ്ണമായി പോകുന്നത് വരെ ഒട്ടകത്തിന്റെ മേലിൽ നിന്ന് മാംസം മുറിച്ചെടുത്തുകൂടാ. ഒരു മൃഗത്തിന്റെ മേലിൽ നിന്നും അങ്ങനെ ചെയ്തുകൂടാ. ജീവനുള്ള അവസ്ഥയിൽ ഏതെങ്കിലും മൃഗത്തിന്റെ ദേഹത്ത് നിന്ന് ആരെങ്കിലും മാംസം മുറിച്ചെടുക്കുന്നുവെങ്കിൽ അത് മൃത ശരീരത്തിന്റെ മാംസമായിട്ടാണ് പരിഗണിക്കപ്പെടുക. അങ്ങനെ തന്നെ കൃത്യമായ ഒരു വ്യക്തത നൽകുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ജീവൻ വേർപെട്ടിട്ടില്ലാത്ത അവസ്ഥയിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ ദേഹത്ത് നിന്ന് മാംസം മുറിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ഹദീസ് പ്രകാരം മാ ഖതഅ മിനൽ ബഹീമത്തി വഹിയ ഹയ്യത്തുൻ ഫഹുവ മൈതത്തുൻ അറിയപ്പെടുന്ന ഒരു ഹദീസാണ്. ഒരു കന്നുകാലി വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ ദേഹത്ത് നിന്ന് അതിന് ജീവനുള്ളപ്പോ വല്ലതും മുറിച്ചെടുക്കപ്പെടുകയാണെങ്കിൽ അത് ശവമായിട്ടാണ്, മൃതദേഹത്തിൽ നിന്ന് ദേഹമായിട്ട് അല്ലെങ്കിൽ മയ്യത്തിൽ നിന്ന് എടുത്ത ഒരു മാംസകഷ്ണമായിട്ടാണ് പരിഗണിക്കപ്പെടുക. അത് ഭക്ഷ്യയോഗ്യമല്ല എന്നർത്ഥം. മൈത്തത്തൊന്നും ഏതു വിധത്തില് ചത്തതാണെങ്കിലും അതിന്റെ മാംസമൊന്നും പ്രയോജനപ്പെടുത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പോ പറഞ്ഞു വന്നത് വൽ ബുദ്ന ജഅൽനാഹ ലക്കും മിൻ ശാഇരില്ല, ഒട്ടകങ്ങളെ, വലിയ ഒട്ടകങ്ങളെ നാം നിങ്ങൾക്കായി അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. ലക്കും ഫീഹ ഖൈറുൻ, നിങ്ങൾക്ക് അതിൽ ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹ സവാഫ, അവയെ കാലിൽ നിൽക്കുന്ന വിധത്തില് ഒട്ടകങ്ങളുടെ മേൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക. അങ്ങനെ ഫൈദാ വജബത്ത് ജുനൂബുഹ, അത് നിലം പതിച്ചു കഴിഞ്ഞാൽ, പാർശ്വം നിലത്ത് വീഴുന്ന വിധത്തിലും അത് പതിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് അത് ഉണ്ടാവുക. അപ്പൊ കുലു മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക. വാതുഇമുൽ ഖാനിയ വൽ മുഅ്തർ, ഖാനിയനെയും മുഅ്തറിനെയും നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. ഒട്ടകത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞപ്പോ മുകളില് വലിയ ഒട്ടകത്തിന്റെ കാര്യത്തിൽ അതേ ഗണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാക്കാലി വർഗത്തിലെ പശു, പോത്ത് വിഭാഗത്തിലൊക്കെ പെട്ടതിനെ പരിഗണിച്ചിട്ടുള്ളത്. പശുവിനെയും പോത്തിനെയും അതേപോലെ ഒട്ടകത്തിനെയും 7 പേര് വരെ, 7 ആളുകൾക്ക് വരെ ചേർന്ന് ഒരുമിച്ച് ബലിയെറുക്കാവുന്നതാണ്. 7 പേര് പങ്കാളികളായിക്കൊണ്ട് ബലിയെറുക്കാവുന്നതാണ് എന്നതാണ് ഈ 3 കാറ്റഗറിയിലുള്ള മൃഗങ്ങളുടെ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഒട്ടകമാണെങ്കിലും അതിന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യം, ബലിയെറുക്കുമ്പോ 7 ആളുകൾക്ക് വരെ ചേർന്നുകൊണ്ട് ഒരു മൃഗത്തെ, ഈ വിഭാഗം ഒട്ടകമോ പശുവോ പോത്തോ ഒക്കെ പോലെയുള്ള ഇത്തരം വലിയ നാക്കാലികളിൽപ്പെട്ട മൃഗങ്ങളെ ഇറക്കാൻ 7 പേർക്ക് വരെ പങ്കാളികളാകാം. ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോ ഇത് നിലത്ത് വീണ് കഴിഞ്ഞാൽ അതിന്റെ രക്തം വാർന്നു പോകുന്ന വിധത്തിൽ അതിന്റെ പിടച്ചിൽ കഴിഞ്ഞാൽ
എന്റെ ജീവൻ അറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാംസം എടുത്ത് ഭക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഖാനിയനും മുഅ്തറിനും നൽകുകയും ചെയ്യാവുന്നതാണ്. ഖാനിയ എന്ന് പറഞ്ഞാല് സംതൃപ്തിയോടുകൂടി കഴിയുന്ന ആള്. ദാരിദ്ര്യം ഉണ്ടാവും, പട്ടിണി ഉണ്ടാവും, കഷ്ടപ്പാടൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും ആളുകളുടെ ഇടയിൽ അറിയാനിട നൽകാതെ ആളുകളുടെ മുന്നിൽ യാചിക്കാൻ വേണ്ടി വരില്ല അവര്. തങ്ങളുടെ ദാരിദ്ര്യം വെളിപ്പെടുത്തുന്ന വിധത്തില് അങ്ങനെ ആളുകളുടെ ഇടയിൽ ചോദിച്ചു വരുന്നവരായിട്ടല്ല അവർ ജീവിക്കുക. വളരെ മാന്യത നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒന്നും ഒരാളും അറിയരുത് എന്ന നിലക്ക് ജീവിക്കുന്ന ആളുകളാണ് ഖാനിയ. ഖന എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടു എന്നാണ്. ഉള്ളതില് തൃപ്തിപ്പെട്ട് അതില് സംതൃപ്തി അടയുന്ന പ്രകൃതമുള്ള ഒരാളെയാണ് അങ്ങനെ പറയാ ഖാനിയ എന്ന്. മുഅ്തർ എന്ന് പറഞ്ഞ ദാരിദ്ര്യം ഉള്ള ആളാണ്. പക്ഷെ അയാള് നേരത്തെ പറഞ്ഞ ആളെ പോലെയല്ല. അയാള് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ എല്ലാവരോടും പറഞ്ഞ് അയാൾക്ക് സഹായം വേണം എന്ന് ആവശ്യപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. സാങ്കേതികമായിട്ട് മിസ്കീനും ഫഖീറും നമ്മൾ ഈ വിധത്തിലാണ് വിശദീകരിക്കാറുള്ളത്. മിസ്കീൻ എന്ന് പറഞ്ഞാല് ദാരിദ്ര്യം മറച്ചു വെച്ച് ജീവിക്കുന്ന, മാന്യത പ്രത്യക്ഷത്തില് തന്നെ ഒന്നിനും പോരായ്കയില്ലാത്ത ആളാണ് എന്ന നിലക്ക് ജീവിക്കുന്ന, തൃപ്തി അടഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് മിസ്കീൻ. അയാളുടെ ദാരിദ്ര്യം കഷ്ടപ്പാടും ഒക്കെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാലും അടുത്തറിഞ്ഞാലും മാത്രമേ നമുക്ക് വെളിപ്പെട്ട് കിട്ടുള്ളൂ. രണ്ടാമത്തെ വിഭാഗം ഫുഖറ എന്ന് പറയുന്നത്, ഫഖീർ എന്ന് പറയുന്നത്, അവരുടെ ദാരിദ്ര്യം വളരെ പ്രകടമാണ്. ആരും പ്രത്യേകിച്ച് പറയും വിലയിരുത്തിയൊന്നും ചെയ്യേണ്ടതില്ല. അത്രയും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രകടമായിട്ട് തന്നെ ദാരിദ്ര്യമുള്ള ആള്. അത് കാരണമായിട്ട് അവര് പലപ്പോഴും ആളുകളുടെ അടുക്കല് സഹായം തേടിയിട്ട് വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ സഹായം തേടുന്നില്ലാതിരിക്കുന്നുണ്ടാകാം. രണ്ടായാലും വളരെ പ്രകടമായിട്ട് തന്നെ ദാരിദ്ര്യമുള്ള ആളാണ് ഫഖീർ. ഇവിടെ അതിന് ആ രണ്ട് ആശയങ്ങളാണ് ഖാനിയ അതുപോലെ മുഅ്തർ എന്നീ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. കദാലിക സഖർനാഹ ലക്കും, ഈ വിധത്തിൽ നാം അവയെ, ഈ മൃഗങ്ങളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. വളരെ ശ്രദ്ധേയമായ, നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അത് ആരാണ് ഒരു ഒട്ടകത്തിന് ഒട്ടകത്തിന്റെ പ്രകൃതവും ഒരു സിംഹത്തിന് സിംഹത്തിന്റെ പ്രകൃതവും നൽകിയിട്ടുള്ളത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ ഒരു സിംഹത്തിനെ അതിന്റെ കാലയിൽ നിർത്തി നമുക്ക് അറുക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ കരടിയെയോ പുലിയെയോ അങ്ങനെയുള്ള വന്യമൃഗങ്ങളെയോ ഒന്നും നമുക്ക് അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറുക്കാമെന്ന് വെച്ചാൽ, ഇങ്ങനെ ആലോചിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ ആ വന്യമൃഗത്തിന്റെ ശാപ്പാടായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് വ്യത്യസ്തമായ പ്രകൃതങ്ങളോടുകൂടി അള്ളാഹു മൃഗങ്ങളെ സൃഷ്ടിച്ചതിന്റെ മാത്രം ഗുണമായിട്ടാണ് ഇത് സാധിക്കുന്നത്. അത് മനുഷ്യരുടെ പ്രയോജനത്തിനു വേണ്ടി അള്ളാഹു ചെയ്തു തന്നതാണ് എന്നാണ് നിരന്തരം ഖുർആനിൽ പറയുന്നത്. ഇത്രയും വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞാലും ആളുകള് അബദ്ധങ്ങളുടെ പുറകെ പോവുള്ളൂ. മൃഗങ്ങളെ, കന്നുകാലികളെ അറുക്കുന്നത് വലിയ ക്രൂരതയല്ലേ, ഹിംസയല്ലേ, അങ്ങനെ ആന കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ സംസാരിക്കാൻ വരുന്നത് കാണാം. ഇത് ആരാണ് ഒട്ടകത്തിന് ഒട്ടകത്തിന്റെ പ്രകൃതം, പശുവിന് പശുവിന്റെ പ്രകൃതം, അത് മനുഷ്യന് കീഴൊതുങ്ങി കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് നിൽക്കാൻ സന്നദ്ധതയുള്ള ആ പ്രകൃതം നൽകിയിട്ടുള്ളത് ആരാണ്? എല്ലാ മൃഗങ്ങൾക്കും അങ്ങനെയല്ല. കാട്ടിലെ വന്യമൃഗങ്ങള് നമ്മള് ഒരിക്കലും തന്നെ ഈ വിധത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നവയല്ല. എങ്ങനെയെങ്കിലുമൊക്കെ ചത്താൽ അതിന്റെ മാംസം എടുത്ത് വേണമെങ്കിൽ ഭക്ഷിക്കാൻ കഴിയും എന്നതല്ലാതെ വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ നമുക്ക് അത് സാധ്യമല്ല. അതേപോലെ ഓരോ മൃഗത്തിനും അള്ളാഹു വ്യത്യസ്തമായ പ്രകൃതം നൽകിയിട്ടുണ്ട്. ഒരു കുതിര എന്തിനു വേണ്ടിയാണ് പടക്കളത്തില് അങ്ങേയറ്റത്തെ പ്രതിസന്ധികളിലേക്ക്, അപകടം നിറഞ്ഞ യുദ്ധ രംഗങ്ങളിലേക്ക് കുതിര എടുത്തു ചാടുന്നത്? കുതിരയും
മറു സൈന്യവും തമ്മിൽ വല്ല വൈരുദ്ധ്യവും വിരോധവും ഉണ്ടോ? സൈന്യങ്ങൾ തമ്മിൽ പോരാടുമ്പോ ആ സൈനികര് ആരെയാണോ പ്രതിനിധാനം ചെയ്യുന്ന അവര് തമ്മിൽ ശത്രുതയും പകയും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു പക്ഷത്തുള്ള കുതിരയും മറുപക്ഷത്തുള്ള ആളുകളോ കുതിരകളോ തമ്മിൽ എന്ത് വൈരാഗ്യം, എന്ത് വിരോധമാണ് നിലനിൽക്കുന്നത്? യാതൊന്നുമില്ല. എന്നാൽ പോലും കുതിരകൾ അതിന്റെ യജമാനന് വേണ്ടി പടക്കളത്തിലേക്ക്, പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക്, അപകടം നിറഞ്ഞ രംഗങ്ങളിലേക്ക് എടുത്തു ചാടും. അപ്പോ ആരാണ് കുതിരയ്ക്ക് ഈ പ്രകൃതം നൽകിയത് എന്നത് നമ്മൾ ആലോചിക്കാവുന്നതാണ്. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല. ഈ ആടിന്റെ കാര്യത്തിലായാലും പശുവിന്റെയോ ഒട്ടകത്തിന്റെയോ ഒക്കെ കാര്യത്തിലായാലും അവയെ അറുക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് വിധേയപ്പെടുത്തി തന്നത്, അവയുടെ പാല് കറന്നെടുക്കാൻ പറ്റുന്ന വിധത്തില് അവയെ കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത് അള്ളാഹുവാണ്. ആരെങ്കിലും കടുവയുടെ പാല് കറന്നെടുത്ത് കഴിച്ചത് കേട്ടിട്ടുണ്ടോ? സിംഹത്തിന്റെ പാല് കറന്നെടുത്ത് കഴിച്ചതായിട്ട് വല്ല അറിവുണ്ടോ? അപ്പൊ ഇതൊക്കെ അള്ളാഹു മനുഷ്യന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സംഗതികളാണ് എന്നതാണ് ഖുർആൻ പറയുന്ന കാര്യം. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ബലിയെറുക്കുന്നത്. അള്ളാഹു അത്യുന്നതനാണ്, അങ്ങേയറ്റം മഹത്വമുള്ളവനാണ്. അവന്റെ മഹത്വത്തിന്റെ ഒരു പ്രകടനമായിട്ടാണ് അവൻ മനുഷ്യർക്ക് കീഴ്പ്പെടുന്ന കന്നുകാലികളെ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് എന്നത്, അതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല എന്ന കാര്യവും നമ്മൾ ചേർത്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ വിധത്തില് ഇവിടെ വിവരിക്കുകയും ബലി ഒരു കർമ്മമായിട്ട് നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. കദാലിക സഖർനാഹാലക്കും, ഇപ്രകാരം അവയെ നാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. എന്നാലോചിച്ച് നോക്കൂ, ഒരു മുഴുത്ത ആടിന്റെ വലിപ്പമേ ഉണ്ടാവുള്ളൂ ഒരു പക്ഷെ ഒരു കടുവയോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ഒരു വന്യജീവിയോ. അതിന്റെ കഴുത്തിൽ ഒരു കയറിട്ട് ഇങ്ങനെ നമുക്ക് വലിച്ചു കൊണ്ടുപോകാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടും ഒരേ വലിപ്പമൊക്കെ ഉള്ള ജീവിയായിരിക്കും, പക്ഷെ എത്ര വ്യത്യസ്തമാണ് അവയുടെ പ്രകൃതം. ആട് എത്ര ദൂരം വേണമെങ്കിലും നമ്മളുടെ കൂടെ കഴുത്തിൽ കയറിട്ട് നമുക്ക് അങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ കഴിയും. അത് ഇനി കയറൊന്നും ഇല്ല, നമ്മൾ വലിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ പുറകെ എങ്ങനെ വന്നോളൂ. അതാണ് ആടിന്റെ പ്രകൃതം. കന്നുകാലികൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പ്രകൃതത്തിന്റെ ഒരു പ്രത്യേകതയാണത്. പക്ഷെ വന്യമൃഗങ്ങൾ അങ്ങനെയല്ല. അപ്പൊ ഇവയെ നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഇത്തരം താരതമ്യങ്ങൾ ഉപകരിക്കും എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. കദാലിക സഖർനാഹാലക്കും, ഈ വിധം നാം നിങ്ങൾക്ക് അവയെ വിധേയപ്പെടുത്തി തന്നിരിക്കുകയാണ്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ കൃതജ്ഞതയുള്ളവരായി മാറുന്നതിന് വേണ്ടി. അള്ളാഹു ആകെ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം കൃതജ്ഞതയാണ്. നിങ്ങൾക്കായി അവൻ പ്രപഞ്ചത്തിൽ ഇതൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. അതിന് അള്ളാഹുവിനോട് കൃതജ്ഞത കാണിച്ചുകൊണ്ട് അവനെ അംഗീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോ. ഇതാണ് അള്ളാഹു പറയുന്നത്. ആടിന്റെ മാംസം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ കഴിച്ചോ. ഒട്ടകത്തിനെ അറുത്ത് തിന്നോ, പശുവിനെ അറുത്ത് തിന്നോ, അതിനൊന്നും ഒരു വിരോധമില്ല. പക്ഷെ ഇത് അള്ളാഹുവാണ് നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ളത് എന്നത് അംഗീകരിച്ച് പറയുന്ന, അവനോട് അതിന്റെ പേരിൽ കൃതജ്ഞത കാണിക്കുന്ന, അവനോട് ശുക്ർ കാണിക്കുന്ന ഒരു നിലപാട് നിങ്ങൾക്കുണ്ടാവണം. അതുമാത്രമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. എന്നിട്ട് മനുഷ്യൻ ചെയ്യുന്നതോ, ഇത് ഹിംസയല്ലേ, അത് ആനയല്ലേ, കുതിരയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരുക്കി തന്ന സംഗതികളിൽ അവനോട് കൃതജ്ഞതയാണ് കാണിക്കുന്നത്. മനുഷ്യന് ആവശ്യമാണ് ഈ വക മൃഗങ്ങളുടെ മാംസങ്ങൾ. എന്നാൽ അത് പ്രയോജനപ്പെടുത്തുന്നതിന് അള്ളാഹു നിശ്ചയിച്ചൊരു മര്യാദയുണ്ട്. അത് അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും അവനാണ് ഇത് ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ളത് എന്ന തിരിച്ചറിവും കാണിച്ചുകൊണ്ട് വേണം അവനോട് ശുക്ർ കാണിച്ചുകൊണ്ട് അവയെ അറുക്കുവാനും അവയുടെ മാംസം ഭക്ഷിക്കുവാനും. ലഅല്ലക്കും തഷ്കുറൂൻ, ഇത് നിങ്ങൾ നന്ദിയുള്ളവരായിട്ട് നിലകൊള്ളുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ കന്നുകാലികളെ നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇത് ബലിയെ കുറിച്ചാണല്ലോ നമ്മൾ ഈ തുടക്കം. ലൻ യനാലല്ലാഹ ലുഹൂമുഹ, ഇവയുടെ മാംസം അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുകയില്ല. ലൻ യനാലല്ലാഹ ലുഹൂമുഹ, ഇതിന്റെ ലഹ്മ് എന്ന് പറഞ്ഞ മാംസം,
മാംസങ്ങൾ എന്നാണ് ലുഹൂം എന്ന് പറഞ്ഞത്. അപ്പൊ ഇവയുടെ മാംസങ്ങൾ അള്ളാഹുവിലേക്ക് എത്തുകയില്ല. അതുപോലെ വലാ ദിമാഉഹ, ദം എന്ന് പറഞ്ഞ രക്തം എന്നാണ്, അതിന്റെ ബഹുവചനാണ് ദിമാ. അറബിയിലെ രക്തങ്ങൾ എന്ന ബഹുവചനം സാധ്യമാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലൊന്നും ആ രീതിയില്ല. രക്തത്തിന് വെള്ളത്തിനും ഒന്നും ബഹുവചനം ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രയോഗത്തിലില്ല. വേറെ ചില അർത്ഥത്തില് അതിന്റെ ബഹുവചന രൂപം ഉപയോഗിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. അപ്പോ ലൻ യനാലല്ലാഹ ലുഹൂമുഹ, ഇവയുടെ മാംസങ്ങൾ അള്ളാഹുവിലേക്ക് എത്തുകയില്ല. ഇവയുടെ രക്തവും വലാ ദിമാഉഹ, ഇവയുടെ രക്തങ്ങളും അള്ളാഹുവിലേക്ക് എത്തുകയില്ല. പിന്നെയോ വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഭയഭക്തി ഉണ്ടല്ലോ, തഖ്വ, അത് തീർച്ചയായിട്ടും അള്ളാഹുവിലേക്ക് എത്തും. നിങ്ങൾ ഈ മൃഗങ്ങളുടെ കാര്യത്തില് അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായിക്കൊണ്ടാണ്, തഖ്വയുള്ളവരായിക്കൊണ്ടാണ് നിലകൊള്ളുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നടത്തുന്ന ബലികർമ്മം അതിന്റെ ആത്മാവും ചൈതന്യവും ഒക്കെ ആയിട്ടുള്ള ആ തഖ്വ, അത് അള്ളാഹുവിലേക്ക് എത്തും. അത് സമാഇല് അള്ളാഹുവിന്റെ അർശിലേക്ക് എത്തിച്ചേരുന്ന നിങ്ങളുടെ ഒരു നിലപാടായിട്ട് അംഗീകരിക്കപ്പെടും. എന്നാൽ അതിന്റെ മാംസമോ രക്തമോ ജാഹിലിയ അറബികൾക്കിടയിലും ഇന്ന് ലോകത്തിന്റെ പല പൗരാണിക സമൂഹങ്ങളിലും ഒക്കെ അവശേഷിക്കുന്നതും ഒക്കെ ആയ ചില രീതികളുണ്ട്. ബലിയെറുക്കുന്നത് അള്ളാഹുവിനാണ് എന്നതിന്റെ പേരിൽ അവര് ബലിമാംസം കഅബത്തിന്റെ പരിസരത്ത് കൊണ്ടുപോയിടുക, അതുപോലെ കഅബത്തിന്റെ ചുവരുകളിൽ ബലിമൃഗത്തിന്റെ രക്തം കോരി ഒഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അത് അജ്ഞത കാരണമായിട്ടുള്ളതാണ്. അള്ളാഹു നിശ്ചയിച്ച ബലി അങ്ങനെയല്ല. മറ്റ് ഏത് അബദ്ധ ദൈവങ്ങൾക്ക് വേണ്ടിയും ബലി അങ്ങനെ നടത്തുന്നുണ്ടാകാം. പക്ഷെ മനുഷ്യന്റെ പ്രയോജനത്തിന് വേണ്ടിയും മനുഷ്യൻ അള്ളാഹുവിന് വിധേയപ്പെടുന്നവരായി നിലകൊള്ളുന്നതിന് വേണ്ടിയുമാണ് അള്ളാഹു ബലി നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ മാംസവും രക്തവും എടുത്തുകൊണ്ട് പോയിട്ട് അള്ളാഹുവിന്റെ ബൈത്തിൽ കൊണ്ടുപോയിടാൻ വേണ്ടിയല്ല. അതിന്റെ മാംസവും അതിന്റെ രക്തവും ഒന്നും തന്നെ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. മറിച്ച് നിങ്ങളുടെ നിലപാട് തീർച്ചയായിട്ടും അള്ളാഹുവിലെത്തും. നിങ്ങൾ തഖ്വയോട് കൂടിയാണ് അത് നിർവഹിച്ചതെങ്കിൽ ആ തഖ്വ അള്ളാഹുവിലേക്ക് എത്തും. നിങ്ങൾ അസംതൃപ്തിയുള്ളവരായിക്കൊണ്ടോ അല്ലെങ്കിൽ ക്രോധം പ്രകടിപ്പിക്കുന്നവരായിക്കൊണ്ടോ അനുസരണക്കേട് കാണിക്കുന്നവരായിട്ടാണോ അത് നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതേ അവിടെ എത്തുള്ളൂ. അതുകൊണ്ട് തഖ്വയാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. തഖ്വയുടെ തന്നെ ഒരു ഭാഗമാണ് ശുക്ർ എന്ന് പറയുന്നത്, നന്ദി കാണിക്കുക, കൃതജ്ഞത കാണിക്കുക എന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ തഖ്വയാണ് എത്തുന്നത്, ഈ ബലിമൃഗങ്ങളുടെ മാംസമോ രക്തമോ അല്ല. കദാലിക സഖറഹാ ലക്കും, ഈ വിധത്തില് ഈ കന്നുകാലികളെ നാം നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ബലിയെറുക്കണമെങ്കിൽ ബലിയെറുക്കാം. സ്വന്തം മാംസാവശ്യത്തിന് വേണ്ടി അറുത്ത് നിങ്ങൾ വിൽപ്പനയാക്കുകയോ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അതിനൊക്കെ പറ്റുന്ന വിധത്തിലാണ് അള്ളാഹു ഒരു പശുവിന്റെ പ്രകൃതം പശുവിന് കൊടുത്തിട്ടുള്ളത്, ആടിന്റെ പ്രകൃതം ആടിന് കൊടുത്തിട്ടുള്ളത്, ഒട്ടകത്തിന്റെ പ്രകൃതം ഒട്ടകത്തിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് അവയെ നമുക്ക് അറുക്കാനും മാംസം പ്രയോജനപ്പെടുത്താനും ഒക്കെ സാധിക്കുന്നത് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കദാലിക സഖറഹാ ലക്കും, ഈ വിധം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്ന വിധത്തില് നാം ഇവയെ നിങ്ങൾക്കായി ഒരുക്കി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇനി ഈ ബലികർമ്മം? ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് അള്ളാഹു മാർഗദർശനം നൽകി എന്നതിന്റെ പേരിൽ അവനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. അള്ളാഹു അക്ബർ എന്ന് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു ആണ്. മറ്റേതിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴും അതിനേക്കാളൊക്കെ മഹത്വമുള്ളവൻ അള്ളാഹുവാണ് എന്നത് നിങ്ങളുടെ ബോധത്തിലുണ്ടാവണം. എന്തും നിങ്ങൾ പരിഗണിച്ചോ, നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു പോകും. ആകാശത്തെ നിരീക്ഷിച്ച് അതിന്റെ വലിപ്പവും അതിന്റെ ഗാംഭീര്യവും ഒക്കെ നോക്കി നിൽക്കുന്ന ഒരാള് ആകാശം അക്ബർ എന്നല്ല പറയാ, അസ്സമാ അക്ബർ എന്നല്ല പറയാ. ആ അസ്സമാഇനെ സൃഷ്ടിച്ച അള്ളാഹു അക്ബർ എന്നാണ് അയാൾ പറയുക. മൃഗങ്ങളെ, കന്നുകാലികളെ വന്യമൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതം നൽകപ്പെട്ടവയായി സൃഷ്ടിച്ചിട്ട് നിങ്ങൾക്കതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമ്പോ അങ്ങനെ നിങ്ങൾക്കായിട്ട് അത് ഒരുക്കി തന്ന അള്ളാഹുവിനെ നിങ്ങൾ അക്ബർ എന്ന ബോധത്തോടു കൂടി
നിങ്ങൾ സ്മരിക്കും. അതിനു വേണ്ടിയാണ് അള്ളാഹു ഈ മൃഗങ്ങളെ ഈ പ്രകൃതത്തോടു കൂടി വെച്ചിരിക്കുന്നതും അവയെ അള്ളാഹുവിനായിട്ട് ബലി നൽകാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ജീവിതത്തിൽ ആവശ്യമായ മാർഗദർശനം അവൻ നൽകിയിട്ടുണ്ട്. അതെന്താണത്? ഒരു പശുവിനെ ഒരു കരടിയിൽ നിന്ന്, ഒരു പുലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ. ആരും മൂർച്ചയുള്ള കത്തിയുമായിട്ട് ഒരു സിംഹത്തിന്റെ അടുത്തേക്ക് അതിനെ അറുത്തേക്കാം എന്ന് കരുതിയിട്ട് പോകാറില്ലല്ലോ. എന്തുകൊണ്ടാണത്? മനുഷ്യന് അതിനാവശ്യമായ ഒരു ദിശാബോധം, ഒരു മാർഗദർശനം അള്ളാഹു നൽകിയിട്ടുണ്ട്. അതാണ് അതിന്റെ കാരണം. ആത്മീയമായ ശരണി തെരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗദർശനം പോലെ തന്നെ ഭൗതികമായി മനുഷ്യന് കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വകതിരിവും ഒരു ദിശാബോധവും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ഹിദായത്ത് എന്നതുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രമല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. മനുഷ്യന്റെ മുന്നിൽ ഒരുപാട് ജീവിത സരണികളുടെ കൂട്ടത്തില് ഏറ്റവും ശരിയായത് തെരഞ്ഞെടുക്കാൻ തീർച്ചയായിട്ടും മനുഷ്യന് പ്രാപ്തി നേടുന്ന അതിനെയാണ് അള്ളാഹു ഹിദായത്ത് നൽകി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യന് ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു വകതിരിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അവന്റെ ജീവിത ആവശ്യങ്ങളിൽ അത് നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 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 വകതിരിവും ദിശാബോധവും ഒക്കെ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിന്റെ പേരില് അള്ളാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ മനുഷ്യരാരെങ്കിലും പിടിച്ച് ബലിയെടുക്കാൻ പറ്റൂല. അള്ളാഹുവിനോട് തഖ്വ തോന്നുമ്പോ, അള്ളാഹുവിനോട് തഖ്വ അനുഭവപ്പെടുമ്പോ മനുഷ്യരെ ആരെങ്കിലും പിടിച്ച് ബലിയെറുക്കുക എന്നുള്ളത് പാടില്ല. അതിന് അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ളത് മൃഗങ്ങളെ അറുക്കുക എന്നതാണ്. അപ്പോ അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. നിങ്ങൾക്ക് അള്ളാഹു മാർഗദർശനം നൽകി എന്നതിന്റെ പേരിൽ അവനെ മഹത്വപ്പെടുത്തുവാനാണ്. വബശ്ശിരിൽ മുഹ്സിനീൻ. സുഹൃതം ചെയ്യുന്നവർക്ക് നിങ്ങൾ സന്തോഷ വൃത്താന്തം അറിയിച്ചു കൊള്ളുക എന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുടർന്ന് ഇവിടെ പറയുന്നത്. ബലി അറുക്കുമ്പോഴായാലും കന്നുകാലികളെ അറുക്കുമ്പോഴായാലും കോഴിയൊക്കെ പോലെയുള്ള പക്ഷികളെ അറുക്കുമ്പോഴായാലും നമ്മൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നതിന് പഠിപ്പിക്കപ്പെട്ട ചില രീതികളുണ്ട്. 3 വ്യത്യസ്തമായ അദ്കാറുകളാണ് അതിൽ പ്രചാരത്തിലുള്ളത്. അത് ഹദീസുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹുമ്മ മിൻക വലക. ഇതാണ് ബലിയെറുക്കുമ്പോഴോ മൃഗത്തെ അല്ലെങ്കിൽ പക്ഷികളെ അറുക്കുമ്പോഴോ നമ്മൾ അവയുടെ മേൽ ഉച്ചരിക്കുന്ന അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്ന രീതി. അതില് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനാണ് എന്ന് പറഞ്ഞല്ലോ. അതാണ് അള്ളാഹു അക്ബർ എന്നത് ഇവിടെ ഉച്ചരിക്കുന്നതിന്റെ പ്രസക്തി. അതേപോലെ അള്ളാഹു ആണിത് ഒരുക്കി തന്നത് എന്നതിനെ നമ്മൾ അംഗീകരിക്കുകയാണ്. അള്ളാഹുമ്മ മിൻക വലക. അള്ളാഹുവെ, നിന്നിൽ നിന്നാണ് ഇവ ഉണ്ടായിട്ടുള്ളത്, നിനക്കാണ് ഞങ്ങൾ ഇത് അർപ്പിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ മൃഗത്തെ അറുക്കുമ്പോ ചൊല്ലുന്ന ദിക്ർ ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ, വല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും മഹോന്നതനാണ്, മറ്റാരെക്കാളും ഉന്നതനാണ്. അള്ളാഹുമ്മ മിൻക വലക, അള്ളാഹുവെ നിന്നിൽ നിന്നാണ് ഇവ കിട്ടിയിട്ടുള്ളത്, നിന്നിലേക്കാണ് അല്ലെങ്കിൽ നിനക്കായിട്ടാണ് നാം ഇപ്പോ ഇത് അർപ്പിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ബലി അറുക്കുന്നത്. സാധാരണ മൃഗങ്ങൾ അറുക്കുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്നാണ് പറയാറുള്ളത്. ഈ ബലിയുടെ ഘട്ടങ്ങളിൽ ഈ അള്ളാഹുമ്മ മിൻക വലക എന്നുകൂടി ചേർത്ത് പറയുന്ന, അതേപോലെ തന്നെ മറ്റൊരു രീതി അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുമ്മ മിൻക വലക് എന്ന് പറയുന്ന വേറൊരു രീതിയുണ്ട്. മൂന്നാമത്തെ ഒരു രീതി അല്പം ദൈർഘ്യം ഏറിയ ഒരു ദിക്റാണ്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ അല്ലാഹുമ്മ മിൻക വലക് എന്ന് പറഞ്ഞുകൊണ്ട്
ബലിയറുക്കുന്ന ഒരു രീതിയുമുണ്ട്. 3 വ്യത്യസ്തമായ അല്ലെങ്കിൽ താരതമ്യേന ശ്രദ്ധേയമായ ചില വ്യത്യാസങ്ങളുള്ള അദ്കാറുകളാണ് ഈ ബലികർമ്മം നിർവഹിക്കുമ്പോൾ സ്മരിക്കാറുള്ളത് അല്ലെങ്കിൽ ഉച്ചരിക്കാറുള്ളത് എന്നതാണ് ഹദീസുകളിൽ നിന്ന് വെളിപ്പെടുന്ന കാര്യം. അപ്പോ മൃഗബലി എന്തിനു വേണ്ടിയുള്ളതാണ് എന്നതിവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയുണ്ടായി. ജാഹിലിയ രീതികള് ബലി മാംസവും ബലി മൃഗത്തിന്റെ രക്തവും ഒക്കെയാണ് അള്ളാഹുവിന് അവരുടെ ആരാധ്യർക്ക് സമർപ്പിക്കേണ്ടത് എന്ന തെറ്റിദ്ധാരണയൊക്കെ അള്ളാഹുവിടെ ഇരുത്തിയിട്ടുണ്ട്. അതുപോലെ അള്ളാഹു തേടുന്നത് തഖ്വയാണ്, അള്ളാഹു താല്പര്യപ്പെടുന്നത് ശുക്റാണ് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ ഈ ബലി ദിനത്തില് യൗമുൽ അദ്ഹയില് ഈദുൽ അദ്ഹ ദിനത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായിരുന്ന ആ 10 വർഷക്കാലത്ത് മദീനയിൽ ഉണ്ടായിരുന്ന എല്ലാ വർഷങ്ങളിലും ബലിയറുക്കുകയുണ്ടായിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. ഒരു ഹദീസ് പറയുന്നത്, നിങ്ങൾക്ക് ബലിയെറുക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ബലിയെറുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും എന്നിട്ടും ബലിയെറുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന് എന്റെ മുസല്ലയിലേക്ക് വരികയേ വേണ്ട എന്നാണ്. നമ്മുടെ മുസല്ലയിലേക്ക് എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാൾ ദിവസത്തിലെ പെരുന്നാൾ നിസ്കാരത്തിനായിട്ട് വരികയേ വേണ്ട എന്ന് പറഞ്ഞതായിട്ട് ഒരു ഹദീസിൽ കാണാൻ പറ്റും. അപ്പോ നമ്മള് പലരും പ്രചരിപ്പിക്കുന്ന പോലെയുള്ള കാര്യമല്ല യഥാർത്ഥത്തിലുള്ള വസ്തുത. ബലികർമ്മം ഇസ്ലാമിൽ വളരെ പുണ്യകരമായതാണ്. അതിന്റെ ലക്ഷ്യം അള്ളാഹുവിനോട് നന്ദി കാണിക്കലാണ്. മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ ആ മാംസവും അനുബന്ധമായുള്ള സംഗതികളൊക്കെ പ്രയോജനപ്പെടുത്തലൊക്കെയാണ്. ബലിയറുക്കാൻ പ്രത്യേകിച്ച് ഹാജിമാരല്ലാത്തവര് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈദുൽ അദ്ഹ ദിനത്തില് ബലിയെറുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അത് ചെയ്യാതെ ഒരാള് ഇരിക്കുകയാണെങ്കിൽ അയാള് നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസിൽ കാണാൻ പറ്റും. അതുപോലെ പെരുന്നാളിന് ബലി അറുക്കേണ്ടത് ഈദുൽ അദ്ഹ നമസ്കാരം സ്വലാത്ത് ഈദുൽ അദ്ഹ കഴിഞ്ഞതിന് ശേഷമാണ്. അതിനു മുമ്പ് ആരെങ്കിലും വല്ല ധാരണ പിശകുമായിട്ട് അറുക്കുകയാണെങ്കിൽ അത് ഈ ഗണത്തിൽ പെടൂല. ആരെങ്കിലും ഉളുഹിയത്ത് നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ അറുത്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നിയ്യത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി ഈദുൽ അദ്ഹ നിസ്കാരത്തിന് ശേഷം അത് നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതായിട്ട് ഹദീസുകളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ബലിയെറുക്കേണ്ടത് ഈദുൽ അദ്ഹ ദിനത്തിലെ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് എന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഉളുഹിയ്യത്തിന്റെ കാര്യത്തില് അത് ആകെ അവശേഷിക്കുന്ന ഒരു ആശയക്കുഴപ്പം അത് സുന്നത്താണോ ഫർളാണോ എന്നതാണ്. ചില ഇമാമുകള്, മദ്ഹബുകളുടെ ഇമാമുകള് അത് ഫർളായിട്ട് പരിഗണിക്കുന്നുണ്ട്. വേറെ ഇമാമുകള് അത് സുന്നത്തായിട്ടും വളരെ പ്രാധാന്യമുള്ള സുന്നത്തായിട്ടുമാണ് പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ആരും നിർവഹിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് അഭിപ്രായപ്പെട്ട ഒരാളും തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിലില്ല എന്നതും ശ്രദ്ധേയമായൊരു കാര്യമാണ്. അപ്പോ ഈ ബലിയെറുക്കുന്ന സംബന്ധമായിട്ട് ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ അത് ചില പുത്തൻ വാദം ഉന്നയിക്കുന്ന ആളുകളുടെ ഒരു പ്രവണത മാത്രമാണ് എന്നതാണ് സത്യം. അത്തരക്കാർക്ക് സെയ്ദ് മൗദൂദി ചൂണ്ടിക്കാണിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം, അത്തരക്കാര് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വെളിച്ചം ഉൾക്കൊള്ളുന്നതിന് പകരം അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെ ഖുർആനും സുന്നത്തുമായിട്ട് അവതരിപ്പിക്കുന്നവരാണ് എന്നാണ് പ്രഗത്ഭനായ ഖുർആൻ പണ്ഡിതൻ, ഖുർആൻ വ്യാഖ്യാതാവൊക്കെയായ സെയ്ദ് അബുൽ അഅല മൗദൂദി ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണമാണത്. നമ്മളെ മനസ്സിൽ തോന്നുന്നതാണ് ഖുർആൻ അതുപോലെ സുന്നത്ത് എന്ന് വിചാരിക്കുന്നവരാണ് അവര്. അല്ലാതെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വെളിച്ചം പ്രയോജനപ്പെടുത്തുന്നവരല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജിലെ 2 ആയത്തുകൾ 36, 37 ഈ 2 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുകയുണ്ടായത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.